ശമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട്? വളരെ ഹൃദയഭേദകമായ ഒരു വചനമാണ്. നമ്മളിപ്പോൾ ഒന്ന് ധ്യാനിക്കുന്നത് യേശുവിൻ്റെ കുരിശിലെ 7 വചനങ്ങളെപ്പറ്റി ഒന്ന് ധ്യാനിക്കുകയാണ്. വളരെയേറെ അത്ഭുതവും അടയാളവും വിടുതലവും സൗഖ്യം കിട്ടുന്ന വചനങ്ങൾ. അവൻ കുരിശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നപ്പോൾ അത് ഇന്നോളം ജനിച്ചവരുടെയും ഇനി ജനിക്കാൻ പോകുന്നവരുടെയും പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് അത് ബലിയായി തീർന്ന സ്വന്തം ശരീരം ബലിയായി അർപ്പിച്ചപ്പോൾ അവൻ ആ കുരിശിൽ വെച്ച് ആ കുർബാന അർപ്പിച്ചുകൊണ്ട സമയത്ത് പറഞ്ഞ മൊഴികൾ നമ്മുടെയൊക്കെയും ചങ്ക് തുളച്ച് കയറേണ്ട വലിയ മാനസാന്തരത്തിൻ്റെയും വിടുതലിൻ്റെയും സൗഖ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും രക്ഷയുടെയും ഈ വചനം നമുക്കും ഏറ്റവും ഹൃദയപൂർവ്വം ഒന്ന് സ്വീകരിക്കാം. ആ വചനം നമ്മുടെ ജീവിതത്തിൽ ശരിയായ രീതിയിൽ മാംസം നമുക്കും പരിശ്രമിക്കാൻ പ്രാർത്ഥിക്കാം. ഞാൻ ആ വചനങ്ങൾ ഒക്കെ ഒന്ന് വായിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 34-ാം വചനം. യേശു പറഞ്ഞു, പിതാവേ, അവർ ചെയ്യുന്നതെന്ന് അവർ അറിയുന്നില്ല, അതുകൊണ്ട് അവരോട് ക്ഷമിക്കണമേ. കാരണം പാപം ചെയ്ത മനുഷ്യൻ പാപത്തിൻ്റെ പിടിയിൽ അമർന്നു നിൽക്കുകയാണെങ്കിലും തങ്ങളെ ഉപദ്രവിച്ചവരുടെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി അനുദപിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവം, കുരിശിലെ ബലിയുടെ ഒരു യോഗ്യതയുടെ അഭിഷേകം നമുക്കും കിട്ടണമെങ്കിൽ നമ്മളെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി അവരുടെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും നമ്മൾ ഇതുപോലെ ഒന്ന് ഏറ്റെടുത്ത് അത് പിതാവിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ, ഈശോയുടെ മുമ്പിൽ മാപ്പി ചോദിച്ച് ഒന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ തീർച്ചയായും അവർക്കും നമുക്കും വിടുതൽ, അവരുടെയും മാനസാന്തരവും ആത്മരക്ഷയും അവരുടെ സംലഭ്യമാകുകയാണ് എന്നുള്ള വലിയ യാഥാർത്ഥ്യമാണ് നമ്മൾ തിരിച്ചറിയുന്നത്. സ്വർഗത്തിൽ പോകുവാൻ, നിത്യതയെ പ്രാപിക്കാൻ ചെറിയ വെറുപ്പ് പോലും, അതെ, എൻ്റെ ബലി ഫലമണിയാൻ ചെറിയ വെറുപ്പ് പോലും തടസ്സമാണെന്ന് ഈശോ ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. വീണ്ടും മർക്കോസ് സുവിശേഷം 15-ാം അധ്യായം 34-ാം വചനം. ഞാൻ ആ വചനം ആദ്യം ഒന്ന് പറഞ്ഞാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ച് എന്തുകൊണ്ട്? അത് ശരിക്കും യേശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. അപ്പോൾ യേശുവിലെ മനുഷ്യത്വം ഉണർന്ന് ഒന്ന് സജീവമായി തൻ്റെ മാനുഷികമായ രീതി ചിന്തിച്ച് കഴിയുമ്പോൾ ഏതൊരു മനുഷ്യൻ തോന്നുന്ന എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എല്ലാവരും ഞാൻ ഉപേക്ഷിക്കപ്പെട്ടു എന്നൊക്കെയുള്ള തോന്നൽ എൻ്റെ ഒരു ഭാഗമായിരിക്കാം യേശുവിനും അങ്ങനെ എന്തുകൊണ്ട് ഉപേക്ഷിച്ചെന്ന് പിതാവിനോട് ചോദിക്കുന്ന ഒരവസ്ഥ. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെയേറെ ഹൃദയസ്പർശിയായി അനുഗ്രഹമായി മാറേണ്ടതാണ്. നമ്മൾക്കും ഇത്തരം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മളും യേശുവിലെ പൂർണ്ണമായി ആശ്രയിക്കാൻ ഇടയാകണം. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 26-ാം വചനം. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിശു നിൽക്കുന്നത് കണ്ട് തൻ്റെ അമ്മയോട് പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ. പരിശുദ്ധ അമ്മയെ യോഹന്നാനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അത് പരസ്പരം കൈമാറ്റം ചെയ്യുന്നുണ്ട്. അടുത്ത വചനത്തിൽ അത് മനസ്സിലാകും. എന്ന് പറഞ്ഞാൽ യോഹന്നാനെ തന്നെ പരസ്പരം കൈമാറുകയാണ്. അത് ഇച്ചിരി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകണമെങ്കിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 27-ാം വചനം ഇങ്ങനെയാണ് പറയുന്നത്. അനന്തരം ആ ശിഷ്യുനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ പരസ്പരം അത് വലിയൊരു സഭയുടെ വലിയൊരു സഭ അധികാരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ സുവിശേഷ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അപ്പസ്തോലികമായ നിലയിൽ വളർന്നു വരാൻ ആഗ്രഹിക്കുന്ന, അപ്പസ്തോലികമായ അധികാരമുള്ള അവർക്കൊക്കെയും, അതായത് ദൈവരാജ്യം എവിടെ പ്രഘോഷിക്കണോ അവിടെയെല്ലാം ദൈവീയ ശുശ്രൂഷകൾ ആരെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അവർക്കെല്ലാം ഇതുപോലെ ഈ പരസ്പര കൂട്ടായ്മ വേണം. അമ്മ കൂടെ വേണം, അമ്മ കൂട്ടിന് വേണം, അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകണം, അമ്മയുടെ മാധ്യസ്ഥ ശക്തി ഉണ്ടാകണം. തുടർന്ന് വരുന്ന വചനത്തിൽ പറഞ്ഞുകൊണ്ട് ആ മകൻ യോഹന്നാൻ അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. പ്രിയമുള്ളവർ, ഇത് വളരെ ഹൃദയം നമ്മൾ ചേർത്ത് വെച്ച് ധ്യാനിക്കേണ്ട വിഷയമാണ്. അപ്പം ആരൊക്കെ സുവിശേഷ വേല എവിടെയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അവർക്കെല്ലാം പരിശുദ്ധ അമ്മയുടെ സജീവമായ സാന്നിധ്യം വേണം. ഇത് അപ്പസ്തോലികമായ ഒരു അധികാരത്തോട് ചേർന്ന് നിൽക്കുമ്പോഴൊക്കെയും ഈ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വേണമെന്ന് വളരെ വ്യക്തമായി ഉറപ്പാക്കുകയാണ്. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 28-ാം വചനം.
യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. യേശുവിന് ദാഹിക്കുന്നു എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ സ്വാഭാവികമായ മാനുഷികമായൊരു ദാഹം നമുക്കൊക്കെ ഉണ്ടാകുന്ന ദാഹജലത്തിന് വേണ്ടിയൊരു ദാഹം അല്ല അത് എന്നുവെച്ചാൽ അങ്ങനെ ഒരു ദാഹമുണ്ടെന്ന് പറഞ്ഞാൽ അത് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമാണ്. ആരൊക്കെ എവിടെയൊക്കെ ഹൃദയം നുറുങ്ങി അവർക്ക് വേണ്ടിയുള്ളൊരു ദാഹമാണ്. അവരെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ഒരു ദാഹമാണ്. ആരൊക്കെ എവിടെയൊക്കെ അവഗണിക്കപ്പെടുന്നുണ്ടോ, ആരൊക്കെ എവിടെ തിരസ്കരിക്കപ്പെടുന്നുണ്ടോ, ആരൊക്കെ ഹൃദയം നുറുങ്ങുന്നുണ്ടോ അവർക്ക് വേണ്ടിയുള്ള ഒരു ദാഹമാണ്. അതുമല്ലെങ്കിൽ നമുക്ക് അല്പം കൂടെ മനസ്സിലാകും. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 37-ാം വചനം, തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു ഏറ്റുന്ന ശബ്ദം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എല്ലാ ദാഹങ്ങളെയും ശമിപ്പിക്കുന്നവൻ്റെ ദാഹം, അത് ഉറവയുടെ ദാഹമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതൊരു വളരെ എവിടെയൊക്കെ ആരൊക്കെ അവഗണിക്കപ്പെടുന്നുണ്ടോ അവരെല്ലാം വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ദാഹം, എവിടെയൊക്കെ ആരൊക്കെ ആത്മനാശത്തിലേക്ക് പോകുന്നു അവരുടെയൊക്കെ ആത്മാക്കളെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ദാഹം, ആ ദാഹമാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ ദാഹത്തോട് നമുക്കും നമ്മുടെയും ഈ ചെറിയ ചെറിയ കുറവുകളും പോരായ്മകളും പാപങ്ങളും ആസക്തികളും ബലഹീനതകളും അവൻ്റെ കുരിശിലെ പേരോട് ചേർത്ത് വെച്ച് അവൻ്റെ ദാഹത്തിൽ നമ്മളെയും വീണ്ടെടുക്കാൻ, ആ ദാഹത്തിൽ നമുക്കും പങ്കാളികളാകുവാൻ, നമുക്കും അങ്ങനെ ദാഹം ഉണ്ടാകാൻ നമുക്കും പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വചനം, എല്ലാം പൂർത്തിയായി. എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞാൽ എല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ജീവൻ വെടിയുക എന്ന് പറഞ്ഞാൽ തനിക്ക് ഇവിടെ ഏൽപ്പിച്ചു തന്ന പിതാവ് തനിക്ക് ഇവിടെ ഏൽപ്പിച്ചു തന്ന മുഴുവൻ കാര്യങ്ങളും കൃത്യമായി ചെയ്തു തീർത്തതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം, കൃത്യമായി പൂർത്തിയാക്കിയതിൻ്റെ ഒരു അഭിമാന നിമിഷം പോലെ എല്ലാം പൂർത്തിയായി എന്ന് യേശു പറയുകയാണ്. എല്ലാം പൂർത്തിയായി കഴിഞ്ഞ് പിന്നെ ജീവൻ വെടിയുകയാണ് ചെയ്യുന്നത്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 46-ാം വചനത്തിൽ മർക്കോസ് 15:34 ഒരു വചനം കൂടെ പറയുന്നുണ്ട്, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 43-ാം വചനത്തിൽ, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. അത് നമുക്കറിയാം, നല്ല കള്ളനെ ഓട് പറയുന്നതാണ്. അപ്പോൾ ശരിക്കും ഒരു പറുദീസായുടെ അനുഭവം ഒരു അനുതാപത്തിൻ്റെ തലത്തിലുണ്ടായാൽ, ഒരു മാനസാന്തര തലത്തിലേക്ക് വന്നാൽ ഏതൊരു മനുഷ്യനും പറുദീസ അനുഭവം ഉണ്ടാകും, അവിടെ വാഗ്ദാനം ചെയ്യുക. അപ്പോൾ ഈ കുരിശിലെ മൊഴികളുടെ ഒരു അഭിഷേകം നമുക്കും നമ്മുടെ ജീവിതത്തിൽ സമസ്തവുമായി മാംസം ധരിക്കാൻ, അതിൻ്റെ അഭിഷേകം പ്രാപിക്കാൻ, ആ ഒരു വിടുതൽ പ്രാപിക്കാൻ, അത് അനേകർക്ക് ഈ ഒരു അഭിഷേകം നമ്മുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ നമുക്കും പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ.